മലബാറിന്റെ സ്വപ്ന പദ്ധതിയായ കോഴിക്കോട് വയനാട് തുരങ്കപാതയുടെ നിർമ്മാണത്തിനുള്ള പാരിസ്ഥിതികാനുമതിയുമായി ബന്ധപ്പെട്ട ജില്ലയിലെ പൊതുജനങ്ങൾക്കായി പൊതു തെളിവെടുപ്പ് നടത്തി. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ആഭിമുഖ്യത്തിലാണ് തെളിവെടുപ്പ് നടത്തിയത്. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതുപോലെ മാർച്ച് മാസത്തോടെ തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കാൻ കഴിയുമെന്ന് ലിൻഡോ ജോസഫ് MLA പറഞ്ഞു. ആനക്കാംപൊയിൽ മുതൽ വയനാട് മേപ്പാടി വരെയുള്ള ഇരട്ട തുരങ്കപാതയുടെ നിർമ്മാണത്തിനുള്ള പാരിസ്ഥിതികാനുമതിയുമായി ബന്ധപ്പെട്ടാണ് ജില്ലയിലെ പൊതുജനങ്ങൾക്കായി പൊതു തെളിവെടുപ്പ് നടത്തിയത്. 16 പേർ പരിപാടിയുടെ ഭാഗമായി പദ്ധതി കടന്നുപോകുന്ന പ്രദേശത്തെ ജനങ്ങളെ കേട്ട ശേഷം മുഴുവൻ നടപടിക്രമങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതുപോലെ മാർച്ച് മാസത്തോടെ തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കാൻ കഴിയുമെന്ന് ലിൻഡോ ജോസഫ് MLA പറഞ്ഞു. മുഖ്യമന്ത്രി കോഴിക്കോട് മേഖലാതല യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് മാർച്ച് മാസത്തിൽ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുമെന്നുള്ളതാണ് പ്രഖ്യാപിച്ചത്. ഫെബ്രുവരി മാസം 23-നാണ് നമ്മുടെ ടണലിൻ്റെ ടെൻഡർ ഓപ്പൺ ചെയ്യുന്നത്. അതിന് മുമ്പ് 2 ബ്രിഡ്ജുണ്ട്. ഈ ആനക്കാമ്പൊയിൽ സൈഡിൽ നമ്മുടെ മറിപ്പുഴ മുത്തപ്പമ്പുഴ മറിപ്പുഴ ഭാഗത്ത് 2 ബ്രിഡ്ജും അപ്രോച്ച് റോഡും ഉണ്ട്. അതിൻ്റെ ടെൻഡർ ഓപ്പൺ ചെയ്യുന്നത് ജനുവരി 19-നാണ്. ഫെബ്രുവരി 23-ന് ടെൻഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പിന്നെ എഗ്രിമെൻറ്റ് വെക്കേണ്ടതുണ്ട്, LOA ഇഷ്യൂ ഉണ്ട്. ഇത്തരം കാര്യങ്ങൾ പൂർത്തീകരിച്ചാലും മാർച്ച് മാസത്തിൽ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാൻ കഴിയുന്നതാണ്. വയനാട് ജില്ലയിലെ തെളിവെടുപ്പ് നേരത്തെ പൂർത്തിയായിരുന്നു. ഹൈവേ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പാത ആരംഭിക്കുക കോഴിക്കോട് ജില്ലയിലെ മറിയമ്പുഴയിലും അവസാനിക്കുന്നത് വയനാട് ജില്ലയിലെ മീനാക്ഷിപ്പുഴ പാലത്തിലുമാണ്. 8 കിലോമീറ്ററാണ് തുരങ്കപാതയുടെ മാത്രം ദൈർഘ്യം. 5 കിലോമീറ്റർ വനഭൂമിയിലൂടെയാണ് പാത കടന്നു പോകുന്നത്. ഓരോ ദിശയിലും 2 വരിയുടെ ട്യൂബുകൾ വീതമുള്ള 4 വരി ഗതാഗതമാണ് ഉദ്ദേശിക്കുന്നത്. 2043 കോടിയാണ് തുരങ്കപാതയുടെ നിർമ്മാണത്തിനായി പ്രതീക്ഷിക്കുന്ന ചെലവ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.